ഇതിനിടയിൽ യുഎസുമായി കരയുദ്ധത്തിന് സജ്ജമാണ് എന്ന നിലപാടിലാണ് ഇറാൻ രംഗത്തുള്ളത്. 10 ലക്ഷത്തിലധികം സൈനികരെ തങ്ങൾ പുതുതായി സജ്ജരാക്കുന്നു എന്നാണ് ഇറാൻ പുറത്തുവിടുന്ന വിവരം. രാജ്യത്തുടനീളം നിരവധി റിക്രൂട്ട്മെന്റ് സെന്ററുകൾ ഇതിനകം തുറന്നു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. യുവ വോളണ്ടിയർമാർ ഈ സെന്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നതായാണ് ഇറാൻ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. യുവാക്കളെ സംഘടിപ്പിച്ചു, അവർ യുദ്ധത്തിന് സജ്ജമാണെന്നും സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ്. ബാസിജ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ, കരസേന എന്നിവയുടെ കീഴിലുള്ള സെന്ററുകളിൽ വൻതോതിലുള്ള ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇറാനിയൻ മണ്ണിൽ അമേരിക്കക്കാർക്ക് ചരിത്രപരമായ നരകം സൃഷ്ടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള സന്ദേശമാണ് ഇറാൻ വാർത്താ ഏജൻസികൾ നൽകുന്നത്. അജയ്, ഇത് വളരെ പരമപ്രധാനമാണല്ലോ. കാരണം കരയുദ്ധത്തിന് സജ്ജമാണ് എന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തങ്ങളുടെ യുവ പോരാളികളെ ഇറക്കാൻ ഇറാൻ തയ്യാറാകുന്ന പശ്ചാത്തലം നിർണായകമാണ്. തീർച്ചയായിട്ടും ഇറാന്റെ ഒരു സൈനിക വിന്യാസം നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ ഏതാണ്ട് 1 ലക്ഷത്തോളം സൈനികർ യുദ്ധരംഗത്ത് നിരന്തരം പോരാടുന്നുണ്ട്. അതുപോലെ മറ്റൊരു 1 ലക്ഷം സൈനികർ അവരുടെ രഹസ്യ അന്വേഷണ വിഭാഗം, അതുപോലെ തന്നെ മറ്റ് സായുധ സേനാ അംഗങ്ങൾ, അതുപോലെ വിവിധ സൈനിക വിഭാഗങ്ങളിലായി മറ്റ് 1 ലക്ഷം സൈനികർ കൂടിയുണ്ട്. അല്ലാതെ അവർക്ക് ഏതാണ്ട് 8 ലക്ഷത്തോളം സൈനികർ അവർക്ക് റിസർവ് ഫോഴ്സിലുമുണ്ട്. അതായത് അവർ ഇപ്പോൾ ആക്റ്റീവായിട്ട് യുദ്ധരംഗത്തില്ല, പക്ഷേ ഇറാൻ നിർബന്ധിത ഈ സൈനിക വിദ്യാഭ്യാസം അത് ഉറപ്പാക്കിയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ സൈനിക പരിശീലനം ലഭിച്ച ഏതാണ്ട് 8 ലക്ഷത്തോളം ആളുകൾ അവർക്ക് റിസർവ് ഫോഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനു പുറമെ അമേരിക്ക നിലവിൽ ആക്രമണം കടുപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ നിരവധി റിക്രൂട്ട്മെന്റ് സെന്ററുകൾ അവർ ആരംഭിച്ച് കൂടുതൽ പേരെ ഇവിടങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ സൈനിക വിദ്യാഭ്യാസം അത് കൂടുതൽ കർശനമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ കൂടുതൽ ആളുകളെ സേനയിലേക്ക് എടുപ്പിച്ച് തങ്ങളുടെ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇറാന്റെ ഒരു ശ്രമം. ഇവിടെയാണ് ഇപ്പോൾ UN-ലെ ഇറാനിയൻ അംബാസഡർ ആയിട്ടുള്ള അലി ബഹ്റൈനിയുടെ ഒരു പ്രസ്താവന പ്രസക്തമാകുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തങ്ങൾ ഇറാൻ എന്തിനും സജ്ജമായി തന്നെയാണ് ഇരിക്കുന്നത്, പ്രത്യേകിച്ച് കരയുദ്ധത്തിന് തങ്ങൾ പൂർണ്ണ സജ്ജമാണ്, ഞങ്ങൾ ആക്ച്വലി ഇതിനായിട്ടാണ് കാത്തിരിക്കുന്നതെന്നും അലി ബഹ്റൈനി പറയുന്നുണ്ട്. ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ശത്രുക്കൾക്ക് ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി പ്രഹരം ഏൽപ്പിക്കാൻ കഴിയുമെന്നും അലി ബഹ്റൈനി പറയുന്നുണ്ട്. ആദ്യം മുതൽ തന്നെ ഇറാന്റെ ആത്മവിശ്വാസവും ഇതിൽ തന്നെയായിരുന്നു. US കരയുദ്ധം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ വെച്ച് അവർക്ക് വലിയൊരു തിരിച്ചടി നൽകുക, ഇതിലൂടെ അമേരിക്കയുടെ പ്രതിച്ഛായ ലോകമെമ്പാടും നശിപ്പിക്കുക, അത് വലിയൊരു നാണക്കേടായിട്ട് തന്നെ യുഎസിന് മാറും. അത് ഇറാന് പിന്നീട് വലിയൊരു അഭിമാനവുമാകും എന്നുള്ളതാണ് അവരുടെ വലിയ നാളായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്. ഇത് അവരുടെ പല നേതാക്കളും പലപ്പോഴായി ഉന്നയിച്ചിട്ടുമുണ്ട്. ഈ കരയുദ്ധം എന്ന് പറയുന്നത് അത് ഇറാന്റെ ട്രംപ് കാർഡാണെന്നുള്ള രീതിയിൽ. ഇറാന്റെ ഈ ഒരു ഭൂപ്രകൃതിയും പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാന് സമാനമായി മലനിരകൾ, അതുപോലെ തന്നെ മറ്റ് ഈ പ്രത്യേക ഒരുപാട് മരുഭൂമികൾ, ഇവയടങ്ങിയിട്ടുള്ള ഭൂപ്രകൃതിയിൽ അമേരിക്കൻ സൈനികർക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സമയം അത് കൂടുതൽ എടുക്കും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവിടെ പരിശീലനം നേടിയിട്ടുള്ള ഇറാനിയൻ സൈനികർക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഇറാന്റെ ഒരു ആത്മവിശ്വാസവും എന്ന് പറയുന്നത്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.